ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജാഫസ് ഇംഗ്ലീഷ്. എല്ലാവർക്കും ഈ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. NII മെത്തേഡ്, അതായത് സ്പോക്കൺ ഇംഗ്ലീഷിലെ ഏറ്റവും പ്രായോഗികവും ശാസ്ത്രീയവുമായിട്ടുള്ളൊരു മെത്തേഡാണ്, ഒരു പഠന രീതിയാണ് നറേറ്റിംഗ് ഇമാജിനറി ഇൻസിഡൻറ്റ് എന്ന് പറയുന്ന ശൈലി മെത്തേഡ്. ഈ മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഏറ്റവും പ്രായോഗികമായിട്ട് ഭാഷ നറേറ്റ് ചെയ്യാൻ പഠിക്കാൻ സാധിക്കും. അതായത് നമ്മൾ ഭാഷ എന്ന് പറയുന്നത് അതിനെ രണ്ട് ഘടകങ്ങളാക്കി തിരിച്ചാൽ, അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ചാൽ, ഒരു ഭാഷ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒന്ന് നരേഷനാണ്, മറ്റൊന്ന് കോൺവെർസേഷനാണ്. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സംഭാഷണങ്ങളാണ് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മുടെ ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാര്യങ്ങളെ വിശദീകരിക്കുക, നരേറ്റ് ചെയ്യുക, വിവരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളെ അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റാളോട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നരേഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതിനെ ഏറ്റവും പ്രാക്ടിക്കലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏതാനും ചില മെത്തേഡുകളിൽ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് NII മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിലൂടെ നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലോട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ മെത്തേഡിൽ 5 ആക്ടിവിറ്റീസ് ആണുള്ളത്. ഒന്ന്, ലിസൺ ടു ദ ഓഡിയോ. നമ്മുടെ മാതൃഭാഷയിൽ മലയാളത്തിൽ ഒരു ഇൻസിഡൻറ്റിൻ്റെ നരേഷൻ നിങ്ങളെ കേൾപ്പിക്കും. 2, അത് കേട്ടതിന് ശേഷം രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ട്രൈ നരേറ്റിംഗ്. അതായത് കേട്ട സംഗതി നിങ്ങൾക്കറിയാവുന്ന ഇംഗ്ലീഷിൽ ഭാഷയിൽ നരേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു മോഡൽ നരേഷൻ കേൾക്കുക. അതായത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രമാത്രം എഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ എത്രമാത്രം ശരിയാണെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ നരേഷൻ കാണുക. ഓക്കെ, അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരും. അതിനുശേഷം നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് എങ്ങനെ പറയാമെന്നുള്ള ഡിസ്കഷനാണ്. അതിനുശേഷം 5ാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്ലോട്ടിലൂടെ പഠിച്ചിട്ടുള്ള മുഴുവൻ വൊക്കാബുലറീസും ഒന്ന് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഇത്രയും 5 ആക്ടിവിറ്റീസാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത്. ഇതുപോലെയുള്ള ഒരു 10-15ഓളം നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്ലോട്ടുകൾ NII മെത്തേഡിലൂടെ കവർ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ആവശ്യമായ എല്ലാ വൊക്കാബുലറികളും, അതുപോലെ ശൈലികളും, ഫ്രേസസ്, അതുപോലെ നമുക്ക് ആവശ്യമായ ഒരു ലാംഗ്വേജ്, നമുക്ക് നറേറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു ലാംഗ്വേജ്, ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എനിവേ, വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓഡിയോ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ഓഡിയോ പ്ലേ ചെയ്യുകയാണ്, നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഓഡിയോ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പ്ലീസ് ലിസൺ ടു ദ ഓഡിയോ കെയർഫുള്ളി ബട്ട് ഓൺലി വൺസ്. ഡോണ്ട് ലിസൺ ടു ദ ഓഡിയോ റിപ്പീറ്റഡ്ലി. You may have lost a lot of points after listening to the audio, but it doesn't matter. നിങ്ങൾ എന്തെങ്കിലും കാര്യം മറന്നുപോയോ എന്നുള്ളത് പ്രശ്നമുള്ള കാര്യമല്ല. But you just try to narrate the points which stay in your mind or which remain in your mind. നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ട്രൈ നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ നരേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നരേഷൻ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾ രണ്ടാമത് ഓഡിയോ നിനക്ക് എടുത്തിട്ട് വീണ്ടും നരേറ്റ് ചെയ്യാൻ ശ്രമിച്ചോളൂ, വീണ്ടും പറഞ്ഞോളൂ. അപ്പോൾ നിങ്ങൾക്ക് മിസ്സായിട്ടുള്ള പോയിൻറ്റ്സുകൾ കിട്ടും. അങ്ങനെ 2-3 തവണ ചെയ്തോളൂ, നോ പ്രോബ്ലം. ബട്ട് ദ മെയിൻ തിങ് ദാറ്റ് യു നീഡ് ടു ഡു ഇസ് ദാറ്റ് ജസ്റ്റ് ലിസൺ ടു ദ ഓഡിയോ കെയർഫുള്ളി വൺസ് ആൻഡ് ട്രൈ ടു നരേറ്റ് ഇറ്റ്. ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, പിന്നെ നിങ്ങൾ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് സമയം ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഓഡിയോ ഇവിടെ പ്ലേ ചെയ്യാൻ പോവാണ്. പ്ലീസ് ലിസൺ ടു ദിസ് വൺ കെയർഫുള്ളി. വീടിൻ്റെ മേൽക്കൂരയോട് ചാഞ്ഞുകിടന്ന മരത്തിൻ്റെ കൊമ്പിലെ തേനീച്ചക്കൂട് കണ്ടപ്പോൾ പെട്ടെന്ന് കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ മനസ്സിൽ വന്നു. സ്കൂളില്ലാത്ത ഒരു ദിവസം കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെ മരത്തിൽ കണ്ട ഒരു തേനീച്ചക്കൂട്ടിലേക്ക് കല്ലെടുത്തെറിഞ്ഞു. തേനീച്ച കൂട്ടമായി എൻ്റെ പുറകെ പാഞ്ഞു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച എന്നെ തേനീച്ച കയ്യിലും കാലിലും മുഖത്തും കുത്തി. ഒടുവിൽ ദേഹം മുഴുവൻ വീർത്ത് ആശുപത്രിയിലായി. എത്ര വേദനയാണ് ഞാൻ ആ ദിവസങ്ങളിൽ സഹിച്ചതെന്നോ എൻ്റെ അമ്മോ ഓർക്കാൻ വയ്യ. അതിനുശേഷം തേനീച്ചയെ കണ്ടാലും കടന്നൽ കണ്ടാലും കുളവിയെ കണ്ടാലും എനിക്ക് പേടിയാണ്. ഓക്കെ, ഓഡിയോ കേട്ടല്ലോ. ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു ആശയം ഉണ്ട് അല്ലേ, കുറേ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. കുറച്ച് ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവും, നോ പ്രോബ്ലം, ബിക്കോസ് യു ആർ നോട്ട് സപ്പോസ് ടു ട്രാൻസ്ലേറ്റ് ദിസ് ലൈൻ ബൈ ലൈൻ. But just try to explain or narrate the incident what you have in your own mind. Means ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതുപോലെ നിങ്ങൾ വേറൊരാളോട് പറയുകയാണ്. സംഭവം നിങ്ങൾ എന്താണ് ഐഡിയ എന്നുള്ളത് മനസ്സിലായി, അത് നിങ്ങളുടേതായ ഭാഷയിൽ. ഇതിപ്പോൾ നിങ്ങൾ മലയാളത്തിലാണ് പറയുന്നതെങ്കിൽ പോലും ഞാനിപ്പോൾ പറഞ്ഞ ഓഡിയോയ്ക്ക് അനുസരിച്ച് അതുപോലെ പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും. ഓക്കെ, അപ്പോൾ എല്ലാവരും
ഒന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചേ നിങ്ങളുടെ കയ്യിലുള്ള വൊക്കാബുലറി വെച്ചുകൊണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ശ്രമിച്ചിട്ടുണ്ടാകും, കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാകും. ഇനി ഈ ഓഡിയോ ഒന്നുകൂടെ നിങ്ങൾ റിവൈസ് വേണമെങ്കിൽ പുറകോട്ട് വന്നിട്ട് കേട്ടിട്ട് രണ്ടാമതൊന്ന് പറഞ്ഞു നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് റിപ്പീറ്റഡായിട്ട് വേണമെങ്കിൽ, കാരണം മലയാളത്തിലെ ചില പോയിൻറ്റ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, നോ പ്രോബ്ലം. എനിവേ ഞാൻ നിങ്ങൾ സമയം കളയുന്നില്ല. ഇനി നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. ഒരു മോഡൽ നരേഷൻ ഞാൻ തരികയാണ്. ഓക്കെ, ഇത് നന്നായിട്ട് വാച്ച് ചെയ്യാം. When I saw the beehive on the branch of the tree leaning against the roof of the house, a childhood memory suddenly came to my mind. On a day when there was no school, I was playing with my friends and threw a stone at a beehive I saw on a tree. The bees swarmed after me. As I tried to run away, the bees stung me on my hands, legs, and face. Eventually, my whole body swelled up and I had to be taken to the hospital. How much pain I suffered during those days, you know? Oh my God, I can't even think about it. Since then, I've always been scared whenever I see bees, wasps, or hornets. നരേഷൻ കേട്ടല്ലോ. ഞാൻ ഈ നരേഷൻ ഒന്നുകൂടെ പ്ലേ ചെയ്യുകയാണ്, കാരണം കുറച്ചും കൂടെ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടെ കേട്ട് നോക്കൂ. നിങ്ങൾ നേരത്തെ പറഞ്ഞതും ഇതും തമ്മിൽ നേരത്തെ പറഞ്ഞ വൊക്കാബുലറികളൊക്കെ തന്നെയാണോ ഈ ഒരു മോഡൽ നരേഷനിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒന്നുകൂടെ കേട്ട് നോക്കൂ. When I saw the beehive on the branch of the tree leaning against the roof of the house, a childhood memory suddenly came to my mind. On a day when there was no school, I was playing with my friends and threw a stone at a beehive I saw on a tree. The bees swarmed after me. As I tried to run away, the bees stung me on my hands, legs, and face. Eventually, my whole body swelled up and I had to be taken to the hospital. How much pain I suffered during those days, you know? Oh my God, I can't even think about it. Since then, I've always been scared whenever I see bees, wasps, or hornets. ഇനി നമ്മൾ നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് പ്രാക്ടീസ് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആശയത്തെ ഞാൻ കൃത്യമായി സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയി എടുത്തുകൊണ്ട് അതിനെ ഇംഗ്ലീഷിലേക്ക് നമുക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അതിൻ്റെ ഫ്രേസസും വൊക്കാബുലറിയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിവിടെ പറയുന്ന ഇതേ ഭാഷയിൽ തന്നെ നിങ്ങൾക്കിത് പറയണമെന്നില്ല കേട്ടോ. നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ പറയാമെങ്കിലും ഒരു മോഡൽ നരേഷൻ, കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് എടുത്ത് നോക്കാം. ആദ്യത്തേത്, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് 1-on-1 ആയിട്ട് കോൺഫിഡൻഷ്യലായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് ഇതുപോലെയുള്ള വ്യത്യസ്തമായുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള പലതരം മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു 5-6 മാസം മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് അതിനെ ഏറ്റവും മികച്ച പ്രാക്ടിക്കൽ വേയിലൂടെ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു ലേണർക്ക് ഒരു ടീച്ചർ, എവറി ഡേ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് 9037990442 എന്ന് പറയുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നമ്പർ വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യാം. നമ്മുടെ വളരെ പ്രായോഗികമായിട്ടുള്ള കോഴ്സാണ് സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരുന്നതാണ്. കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട്, കാരണം ഭാഷയാണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ അത് പഠിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മിനിമം ഒരു 5 മാസമെങ്കിലും മാറ്റിവെക്കാൻ തയ്യാറായിരിക്കണം. പിന്നെ അത്യാവശ്യം നല്ല സ്കില്ലുകളാണെങ്കിൽ നമ്മൾ ടൈം കുറച്ച് ക്ലാസ്സിൻ്റെ ടൈം കൂട്ടിയും ഒക്കെ നമ്മൾ പെട്ടെന്ന് വേണമെങ്കിൽ തീർത്ത് തരും. അപ്പോൾ ആ രീതിയിൽ കുറച്ച് സമയം മാറ്റിവെക്കാനും, അതുപോലെ മിനിമം നിങ്ങൾക്കറിയാം 1-on-1 ആയിട്ടുള്ള കോച്ചിങ് ആയതുകൊണ്ട് തന്നെ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു എക്സ്പെൻസും അതിന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെഷൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക? എനിവേ നമ്മൾ പ്രാക്ടീസ് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞ ഭാഷയും രീതിയൊക്കെ വേറെ ആയിരിക്കും. എനിവേ ഇതൊരു മോഡലാണ്. ഈ ഒരു മോഡൽ, ഒരു മാതൃക വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ പറഞ്ഞ് പഠിക്കുന്നതിന് വേണ്ടിയുള്ളൊരു മാതൃകയാണ്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: വീടിൻ്റെ മേൽക്കൂരയോട് ചാഞ്ഞു കിടന്ന മരത്തിൻ്റെ കൊമ്പിലെ തേനീച്ചക്കൂട് കണ്ടപ്പോൾ. തേനീച്ചക്കൂടിന് ബീ ഹൈവ് എന്നാണ് പറയുക, ബീ ഹൈവ്. ഓക്കെ, അപ്പോൾ വെൻ ഐ സോ ദ ബീ ഹൈവ്, ഞാൻ തേനീച്ചക്കൂട് കണ്ടപ്പോൾ. എവിടെയുള്ള? ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദി ട്രീ, മരത്തിൻ്റെ മുകളിലുള്ള തേനീച്ചക്കൂട് കണ്ടപ്പോൾ. ഞാൻ മരത്തിൻ്റെ മുകളിലുള്ള തേനീച്ചക്കൂട് കണ്ടപ്പോൾ. ഇനി മരത്തിൻ്റെ കൊമ്പിൻ്റെ പ്രത്യേകത എന്താ? മരത്തിൻ്റെ കൊമ്പിലെ തേനീച്ചക്കൂട് ഞാൻ കണ്ടപ്പോൾ എന്നല്ല പറഞ്ഞത്,
ആ കൊമ്പ് വീടിൻ്റെ മേൽക്കൂരയോട് ചാഞ്ഞ് കിടക്കുകയാണ്. ചാഞ്ഞ് കിടക്കുന്നതിന് ലീനിങ് എന്നാണ് പറയുക. അപ്പോൾ when I saw the beehive leaning against the roof of the house, വീടിൻ്റെ മേൽക്കൂരയ്ക്ക് ഓപ്പോസിറ്റായിട്ട് മേൽക്കൂരയിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന, അപ്പോൾ അങ്ങനെ എന്തിനോടെങ്കിലും ചാഞ്ഞ് കിടക്കുന്നത് നമ്മൾ ലീനിങ് അഗെയിൻസ്റ്റ് എന്നാണ് പറയുക. ലീനിങ് അഗെയിൻസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി പറയാം. വീടിൻ്റെ മേൽക്കൂരയോട് ചാഞ്ഞു കിടന്ന മരത്തിൻ്റെ കൊമ്പിലെ തേനീച്ചക്കൂട് കണ്ടപ്പോൾ when I saw the beehive on the branch of tree leaning against the roof of the house, പെട്ടെന്ന് കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ മനസ്സിൽ വന്നു. കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ അങ്ങനെ പറയുമ്പോൾ എ ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറയാം അല്ലേ. സഡൻലി എ ചൈൽഡ്ഹുഡ് മെമ്മറി കെയിം ടു മൈ മൈൻഡ്, അല്ലെങ്കിൽ എ ചൈൽഡ്ഹുഡ് മെമ്മറി സഡൻലി കെയിം ടു മൈ മൈൻഡ്. പെട്ടെന്ന് കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ മനസ്സിൽ വന്നു. എ ചൈൽഡ്ഹുഡ് മെമ്മറി സഡൻലി കെയിം ടു മൈ മൈൻഡ്. സ്കൂളില്ലാത്ത ഒരു ദിവസം കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെ മരത്തിൽ കണ്ട ഒരു തേനീച്ച കൂട്ടിലേക്ക് കല്ലെടുത്തെറിഞ്ഞു. എന്താ പറഞ്ഞത്? സ്കൂളില്ലാത്ത ഒരു ദിവസം കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെ മരത്തിൽ കണ്ട ഒരു തേനീച്ചക്കൂട്ടിലേക്ക് കല്ലെടുത്തെറിഞ്ഞു. ഇതാണ് സംഭവം. അപ്പോൾ നമുക്കിതെങ്ങനെ പറയാൻ സാധിക്കും? നോക്കി, സ്കൂളില്ലാത്ത ഒരു ദിവസം, അങ്ങനെയാണ് സെൻറ്റൻസ് തുടങ്ങുന്നത്. സ്കൂളില്ലാത്ത ഒരു ദിവസം. ഓൺ എ ഡേ വെൻ ദർ വാസ് നോ സ്കൂൾ. ഓൺ എ ഡേ വെൻ ദർ വാസ് നോ സ്കൂൾ എന്ന് പറഞ്ഞാൽ പോരെ, മതി. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെ ഐ വാസ് പ്ലേയിങ് വിത്ത് മൈ ഫ്രണ്ട്സ്, അല്ലേ, ഞാൻ എൻ്റെ കൂട്ടുകാരോട് കളിക്കുകയായിരുന്നു. ആൻഡ് ത്രൂ എ സ്റ്റോൺ, ഒരു കല്ല് എടുത്തെറിഞ്ഞു. ത്രൂ എ സ്റ്റോൺ, എങ്ങോട്ട് എറിഞ്ഞത്? അറ്റ് എ ബീഹൈവ് ഐ സോ ഓൺ എ ട്രീ. മരത്തിൽ കണ്ട ഒരു ബീഹൈവിലേക്കാണ് എറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം. സ്കൂളില്ലാത്ത ഒരു ദിവസം കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെ മരത്തിൽ കണ്ട ഒരു തേനീച്ചക്കൂടിലേക്ക് കല്ലെടുത്തെറിഞ്ഞു. ഓൺ എ ഡേ when there was no school, I was playing with my friends and threw a stone at a beehive I saw on a tree. അടുത്ത നോക്കിയേ, തേനീച്ച കൂട്ടമായി എൻ്റെ പുറകെ പാഞ്ഞു. നമുക്കതെങ്ങനെ പറയാൻ സാധിക്കും? കൂട്ടമായിട്ട് ഇങ്ങനെ പാഞ്ഞു വരിക. തേനീച്ചക്കൂട്ടത്തിന് സ്വാം എന്നൊരു വേർഡ് യൂസ് ചെയ്ത് നമ്മൾ സൂചിപ്പിക്കുകയല്ല. സ്വാം, തേനീച്ച, ഉറുമ്പ് പോലെയുള്ള ഇൻസെക്റ്റുകളുടെ ഒരു കൂട്ടം. ആ കൂട്ടത്തിന് സ്വാം എന്നാണ് പറയുക. ഈ സ്വാമിന് തന്നെ വേറൊരു അർത്ഥം കൂടിയുണ്ട്. അതൊരു വെർബായിട്ട് ഉപയോഗിക്കാം. സ്വാം, ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ പാഞ്ഞു പോകില്ലേ, പാറിപ്പോലെ, അതിന് നമ്മൾ സ്വാം എന്ന് പറയും. അപ്പോൾ ഇത് വെർബ് കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ തേനീച്ച കൂട്ടമായി എൻ്റെ പുറകെ പാഞ്ഞു എന്നുള്ളതിന് നമുക്കിങ്ങനെ പറയാം, ദ ബീസ് സ്വാംഡ് ആഫ്റ്റർ മീ. ദ ബീസ് സ്വാംഡ് ആഫ്റ്റർ മീ. തേനീച്ചകൾ എൻ്റെ പുറകെ പാഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പോരെ, മതി. അപ്പോൾ തേനീച്ച കൂട്ടമായി എൻ്റെ പുറകെ പാഞ്ഞു. ദ ബീസ് സ്വാംഡ് ആഫ്റ്റർ മീ. അടുത്ത സെൻറ്റൻസ് എന്താ? ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച എന്നെ തേനീച്ച കയ്യിലും കാലിലും മുഖത്തും കുത്തി. ഞാൻ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു, അല്ലേ. ഐ ട്രൈഡ് ടു റൺ അവേ ഫ്രം ദെയർ. ഞാൻ ശ്രമിച്ചു, ബട്ട് വാട്ട് ഹാപ്പൻഡ്? ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച എന്നെ തേനീച്ച കയ്യിലും, അല്ലേ, കാലിലും മുഖത്തും കുത്തി. ഇതിൽ കുത്തുക എന്നുള്ള വേർഡായിരിക്കും പ്രശ്നം, അല്ലേ. അതായത് ഈ പ്രാണികൾ കുത്തുന്നതിനെ സ്റ്റിങ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്താണ് നമ്മൾ പറയാറുള്ളത്. അതായത് തേളാവാം, അല്ലെങ്കിൽ ഇതുപോലെ ഈച്ചകളോ മറ്റേതെങ്കിലും പ്രാണികൾ കുത്തുന്നതിന് സ്റ്റിങ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്താണ് നമ്മൾ പറയുക. സ്റ്റിങ്, അതിൻ്റെ പാസ്റ്റ് സ്റ്റങ് ആണ്. ഓക്കെ, എനിവേ, ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നെ തേനീച്ച കയ്യിലും കാലിലും മുഖത്തും കുത്തി. ആസ് ഐ ട്രൈ ടു റൺ അവേ, ആസ് ഐ ട്രൈ ടു റൺ അവേ, ഓർ വെൻ ഐ ട്രൈ ടു റൺ അവേ. ആസ് ഈക്വൽ ടു വെൻ. ഓക്കെ, അതൊരു കൺജങ്ഷനാണ്. വെൻ അല്ലെങ്കിൽ ആസ്. ആസിന് വേറെ മീനിങ് ഉണ്ട്. അത് പോലെ എന്ന അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് ഒരു പ്രപ്പോസിഷനായിട്ട് പറയുന്ന സമയത്ത്. പക്ഷേ നമ്മൾ യൂഷ്വലി ഒരു കൺജങ്ഷനായിട്ട് പറയുന്ന സമയത്ത് ആസ് ഐ ട്രൈ ടു റൺ അവേ, ഞാൻ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, ദ ബീ സ്റ്റങ് മീ. തേനീച്ച എന്നെ കുത്തി. സ്റ്റങ്, സ്റ്റിങ്ങിൻ്റെ പാസ്റ്റിലെ സ്റ്റങ്. സ്റ്റങ് മീ എവിടേക്കാ? ഓൺ മൈ ഹാൻഡ്സ്, ലെഗ്സ് ആൻഡ് ഫേസ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഒരിക്കൽ കൂടി പറയാം. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നെ തേനീച്ച കയ്യിലും കാലിലും മുഖത്തും കുത്തി. ആസ് ഐ ട്രൈ ടു റൺ അവേ, ദ ബീ സ്റ്റങ് മീ ഓൺ മൈ ഹാൻഡ്സ്, ലെഗ്സ് ആൻഡ് ഫേസ്. ഒടുവിൽ ദേഹം മുഴുവൻ വീർത്ത് ആശുപത്രിയിലായി. ഈ കാര്യം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയണം. ഒടുവിൽ, അറ്റ് ലാസ്റ്റ്, ഓർ ഇൻ ദ എൻഡ്, അങ്ങനെ പലതും പറയാം. ഇവൻച്വലി കുറച്ചുകൂടെ നന്നായി പറയാം. ഇവൻച്വലി, ഒടുവിൽ. ഓക്കെ, ഇതിലേത് വേണമെങ്കിൽ പറയാം. ദേഹം മുഴുവൻ വീർത്ത്. വീർക്കുക എന്നുള്ളത് നമ്മൾ സ്വെൽ, അല്ല, എല്ലാവരും യൂസ് ചെയ്യുന്ന വേർഡാണ് സ്വെൽ. സ്വെൽ അപ്പ്, വീർക്കുക, സ്വെൽ അപ്പ്. ഓക്കെ, അപ്പോൾ ഒടുവിൽ ദേഹം മുഴുവൻ വീർത്ത് ആശുപത്രിയിലായി. ആശുപത്രിയിലാവുക എന്ന് പറയുമ്പോൾ ആക്ച്വലി വി ആർ
ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ. നമ്മളെ മറ്റുള്ള ആൾക്കാരാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതൊരു പാസീവ് ടെൻസിലാണ് നമ്മളത് പറയാറുള്ളത്, ഒരു പാസീവ് വോയിസിലാണ് പറയാറുള്ളത്. എനിവേ നമുക്കതിന് ഇങ്ങനെ പറയാം, ഐ ഹാഡ് ടു ബി ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു കറക്റ്റായിട്ടുള്ളൊരു പ്രയോഗമായിട്ട് മാറും. എനിവേ നമുക്ക് നോക്കാം. ഒടുവിൽ ദേഹം മുഴുവൻ വീർത്ത ആശുപത്രിയിലായി. ഇവൻച്വലി മൈ ഹോൾ ബോഡി സ്വെൽഡ് അപ്പ് ആൻഡ് ഐ ഹാഡ് ടു ബി ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ. എന്നെ അവസാനം ആശുപത്രി കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. ഐ ഹാഡ് ടു ബി ടേക്കൺ ടു ദി ഹോസ്പിറ്റൽ. അത് കുറച്ച് 3-4 തവണ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ടത് മൈൻഡിലേക്ക് വരും. ഐ ഹാഡ് ടു ബി ടേക്കൺ ടു ദി ഹോസ്പിറ്റൽ, ഐ ഹാഡ് ടു ബി ടേക്കൺ ടു ദി ഹോസ്പിറ്റൽ, ഐ ഹാഡ് ടു ബി ടേക്കൺ ടു ദി ഹോസ്പിറ്റൽ. ഇവൻച്വലി വാട്ട് ഹാപ്പൻഡ്? ഇവൻച്വലി ഓൾ മൈ ബോഡി സ്വെൽഡ് അപ്പ്. എൻ്റെ ശരീരം മുഴുവൻ എന്ത് സംഭവിച്ചു? വീർത്തു, വീങ്ങി. ആൻഡ് ഐ ഹാഡ് ടു ബി ടേക്കൺ ടു ദി ഹോസ്പിറ്റൽ. എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതായിട്ട് വന്നു. അടുത്ത സെൻറ്റൻസ് എന്താണ്? എത്ര വേദനയാണ് ഞാൻ ആ ദിവസങ്ങളിൽ സഹിച്ചതെന്നോ എൻ്റെ അമ്മോ ഓർക്കാൻ വയ്യ. ഇതൊരു ഭയങ്കര ഒരു ഇമോഷണലായിട്ട് പറയുന്നൊരു സെൻറ്റൻസിനാണ്. ഇതിന് ഇതേപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ സാധിക്കും. എത്ര വേദനയാണ് ഞാൻ ആ ദിവസങ്ങളിൽ സഹിച്ചതെന്നോ. ഹൗ മച്ച് പെയിൻ ഐ സഫർ ദോസ് ഡേയ്സ്. യു നോ എന്നോ എന്നൊക്കെ ചോദിക്കുന്നതിലും യു നോ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഹൗ മച്ച് പെയിൻ ഐ സഫർ ദോസ് ഡേയ്സ് യു നോ. How much pain I suffered during those days, you know. During those days, you know. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കും? എത്ര വേദനയാണ് ഞാൻ ആ ദിവസങ്ങളിൽ സഹിച്ചതെന്നോ. How much pain I suffered during those days, you know. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മോ ഓർക്കാൻ വയ്യ. എൻ്റെ അമ്മോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് ഓ മൈ മദർ എന്നൊന്നും പറയാൻ പറ്റില്ല. പകരം ഓ മൈ എന്നൊരു പ്രയോഗമുണ്ട്. എൻ്റെ അമ്മോ എന്ന് പറയില്ലേ, എൻ്റെ അമ്മോ. ഓ മൈ മദർ വേണ്ട, ഓ മൈ എന്ന് പറയാം. ഇനി ഓ മൈ അല്ലെങ്കിൽ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞാലും മതി. എൻ്റെ ദൈവമേ എന്നൊക്കെ പറയുന്ന പോലെ ഓ മൈ ഗോഡ്. അപ്പോൾ ഒന്നുകിൽ ഓ മൈ ഗോഡ് അല്ലെങ്കിൽ ഓ മൈ. വെറും ഓ മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ എന്ന് പറയുന്നതിന് തുല്യമാണ്. പക്ഷേ ഓ മൈ മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൃത്തിയാവില്ല. ഓക്കെ, എനിവേ എൻ്റെ അമ്മോ ഓർക്കാൻ വയ്യ. ഓ മൈ ഗോഡ് ഐ കാൻറ്റ് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്. ഐ കാൻറ്റ് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്. ഓർക്കാനേ വയ്യ. ഐ കാൻറ്റ് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ എന്താണ്? എത്ര വേദനയാണ് ഞാൻ ആ ദിവസങ്ങളിൽ സഹിച്ചതെന്നോ എൻ്റെ അമ്മ ഓർക്കാൻ വയ്യ. ഹൗ മച്ച് പെയിൻ ഐ സഫർ ഡ്യൂറിങ് ദോസ് ഡേയ്സ് യു നോ. ഓ മൈ ഗോഡ് ഐ ക്യാൻ ഈവൻ തിങ്ക് ഓഫ് ഇറ്റ്. ഐ ക്യാൻ ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്. അതിനുശേഷം തേനീച്ചയെ കണ്ടാലും കടന്നൽ കണ്ടാലും കുളവിയെ കണ്ടാലും എനിക്ക് പേടിയാണ്. എന്തിനാണ് ഈ കടന്നൽ, കുളവി, തേനീച്ച എന്നൊക്കെ പറയുന്നത്? കാരണം നിങ്ങൾക്ക് കുറേ വൊക്കാബുലറി മീൻസ് ഇതിൽ നമ്മളൊരു കോണ്ടെക്സ്റ്റൽ ലിങ്കിങ് മെത്തേഡ് കൂടിയാണ്. ഇതൊരു കോണ്ടെക്സ്റ്റ് പഠിക്കുമ്പോൾ ആ മേഖലയെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചു പോകുക എന്നുള്ളൊരു സൂചനയാണ്, അല്ലെങ്കിൽ ഒരു ഉദ്ദേശമാണ്. അപ്പോൾ അതിനുശേഷം തേനീച്ചയെ കണ്ടാലും ഓക്കെ സിൻസ് ദെൻ, അതിനുശേഷം തേനീച്ചയെ കണ്ടാലും കടന്നൽ കണ്ടാലും. കടന്നൽ എന്താ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കുക? അതുപോലെ കുളവി. ഓക്കെ, ഇത് ഒക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന ചില പ്രയോഗങ്ങളാണ്. എനിവേ നമുക്കതിനെ പരമാവധി തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കടന്നലിന് വാസ്പെന്നും കുളവിയെ നമുക്ക് ഹോണറ്റ് എന്നും. പക്ഷേ നമ്മൾ ഡിക്ഷണറി നോക്കിയാൽ ചിലപ്പോൾ ഹോണറ്റിൻ്റെ മീനിങ് ആയിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ കടന്നലും കാണാം. എനിവേ നമ്മൾ കുറച്ച് പ്രോപ്പറായിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. സാധാരണ നമ്മൾ നാടൻ കടന്നലിനെ നമുക്ക് വാസ്പെന്നും കുളവിയെ നമുക്കതിൻ്റെ വേറെ വാക്കുകൾ എനിക്കറിയില്ല മലയാളത്തിൽ. ഞങ്ങളുടെ നാട്ടിൽ കുളവി എന്നാണ് പറയാം. അതിന് നമുക്ക് ഹോണറ്റ് എന്നും പറയാം. ഓക്കെ, സിൻസ് ദെൻ ഐ ഹാവ് ഓൾവേസ് ബീൻ സ്കെയർഡ് വെൻ ഐ സീ ബീസ്, വാസ്പ്സ് ആൻഡ് ഹോണറ്റ്സ്. താങ്ക് യു. അപ്പോൾ ഇത്രയാണ് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ഈ ഒരു ഈവൻറ്റിനെ നമുക്ക് നരേറ്റ് ചെയ്യാൻ സാധിക്കുക. ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കുകൾ, വൊക്കാബുലറികൾ ഏതൊക്കെയാണ്, ആ വാക്കും അതിൻ്റെ മീനിങ്ങും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, ബീഹൈവ്, തേനീച്ചക്കൂട്. ലീനിങ്, ചാഞ്ഞു നിൽക്കുന്ന. ലീനിങ് എന്ന് പറഞ്ഞാൽ ചാഞ്ഞു നിൽക്കുന്ന. സ്വാം എന്ന് പറഞ്ഞാൽ അത് വെർബായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂട്ടത്തോടെ പാഞ്ഞു വരിക എന്നും, നൗണായിട്ട് പറയുകയാണെങ്കിൽ പ്രാണികളുടെയൊക്കെ കൂട്ടം. റണവേ, ഓടിപ്പോവുക. സ്റ്റിങ്, കുത്തുക. സ്റ്റിങ്ങിൻ്റെ പാസ്റ്റ് സ്റ്റങ് ആണ്, സ്റ്റങ്. ഒടുവിൽ എന്ന അർത്ഥത്തിൽ ഇവൻച്വലി. വീർക്കുക, വീങ്ങുക എന്ന അർത്ഥത്തിൽ സ്വെൽ അപ്പ്. ഓക്കെ, അതിൻ്റെ V3 രൂപം എന്ന് പറയുന്നത് സ്വോളനാണ്, സ്വോളൻ. അനുഭവിക്കുക, സഫർ. ഏതെങ്കിലും ഫീലിങ്സ് മീൻസ് അനുഭവിക്കുക എന്ന അർത്ഥത്തിൽ സഫർ. അന്നു മുതൽ, സിൻസ് ദെൻ. പേടിക്കുക, ഭയപ്പെടുക, സ്കെയർ. തേനീച്ച, ബി. കടന്നൽ, വാസ്പ്. കുളവി,
ഹോണറ്റ്. ഓക്കെ, അപ്പോൾ ഈ അധ്യായം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ സീരീസിലെ മറ്റൊരു അധ്യായവുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ മുന്നേ നമ്മൾ ചെയ്ത അധ്യായം കാണാത്തവർ തീർച്ചയായിട്ടും കാണാം. അത് ഞാൻ പ്ലേലിസ്റ്റിൽ ഇടുന്നുണ്ട്, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉൾപ്പെടുത്താം. ആ അധ്യായം കാണുക. ഇത് 2ാമത്തെ അധ്യായമായിരുന്നു, രണ്ടും കാണുക. 3ാമത്തെ അധ്യായം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ, നമുക്ക് അത് ഉടനെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സീരീസിലെ എല്ലാ വീഡിയോസും നമുക്ക് ചെയ്യാം, പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഒപ്പം നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.